ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് എന്ത് വീഡിയോ എടുക്കുന്നത്? ഹൂ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആർക്കാണ് മറ്റേ ആള്, അതായത് ഇപ്പൊ എനിക്ക് ചേട്ടനെ ഏറ്റവും നന്നായിട്ട് ചേട്ടനായിരിക്കുള്ളൂ സ്കോറ് മാക്സിമം കുറച്ചെടുക്കാൻ പോണേ. വേറൊന്നുമല്ല, ചേട്ടൻ ഭയങ്കര നമുക്ക് കാണാനല്ല, നമ്മള് പണിഷ്മെന്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലേ. പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോ പണിഷ്മെന്റ് വെക്കാതെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണിഷ്മെന്റ് ചെയ്ത് ആകെ ആവശ്യതയാണ്. 8 ചോദ്യങ്ങളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കണെന്ന് പറഞ്ഞത്. പക്ഷെ അത് ആകെ ആവശ്യതയാണ്. അത് കാരണം ഞാൻ പറഞ്ഞു വിജയ് നീ വേണ്ട, നീ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാലുണ്ടാണ് ആ പരിപാടി വേണ്ടെന്ന് വെച്ചത്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാണ്, അതായത് എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ചോദിക്കും. ചോദിച്ചിട്ട് ചേട്ടൻ ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പെണ്ണുണ്ട്, അതിനകത്ത് ആദ്യം ആൻസർ ചെയ്യണം. ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ കറക്റ്റ് ആൻസർ പറയും. അങ്ങനെയാണ് നമ്മൾ നോക്കണേ, അല്ലെങ്കിൽ കള്ളത്തരം വരാനുള്ള കള്ളത്തരം വരും. കാര്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഞാൻ 2-3 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തേക്കണേ, അവ പിന്നെ നോക്കണ്ട. അപ്പൊ ആദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മള് കല്യാണത്തിന് ശേഷം, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, ഈ റിലേറ്റീവ്സിന്റെ വീടല്ല, അല്ലാണ്ട് നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു പ്ലേസ്, ഒരുമിച്ച് കല്യാണത്തിന് ശേഷം ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം. ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം പറയല്ലേ ഇത്? നീ പേപ്പറിൽ തരും അല്ലേ? അപ്പൊ ഇതിനകത്ത് എഴുതണോ? ഫസ്റ്റ് പ്ലേസ് വിസിറ്റ് ഞാൻ എനിക്ക് മനസ്സിലാവണത്തിൽ എഴുതി വെച്ചത്. ഫസ്റ്റ് പ്ലേസ് റിലേറ്റീവ്സിന്റെ വീടൊന്നുമല്ല, അല്ലാതെ പണി കിട്ടി. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോയത് എനിക്കൊന്ന് നമ്മുടെ അവിടെ തന്നെ ഉള്ള ദൈവമേ, ചേട്ടൻ തോക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്തെങ്കിലും ഒരു കാര്യം ചേട്ടനോട് ഇപ്പൊ കല്യാണത്തിന് ശേഷം ചോദിച്ചിട്ട് ഇത് ഓർമ്മയില്ലെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല, ഇതൊക്കെ ആരാ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ എഴുതിയില്ലേ ചേട്ടാ? ആൻസർ ആൻസർ എഴുതിയിട്ടുണ്ട്. കൺഫേം ആണോ? ഇതാണോ? രണ്ടൊന്നുമില്ല, ഒരു ആൻസർ മാത്രം. ഫസ്റ്റ് റിലേറ്റീവ്സിന്റെ വീടുകളൊന്നുമല്ല, അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് പോയ ഒരു സ്ഥലം. റിലേറ്റീവ്സിന്റെ വീടുകളൊന്നും അല്ലെങ്കിൽ നമ്മൾ പോയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ക്ലൂ കൊടുത്തിട്ടാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ക്ലൂ കൊടുക്കില്ല. ഇതന്നെയാണ് നമ്മള് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് ആ പോകുന്ന വഴിക്ക് നമ്മൾ കവർ ചെയ്ത സ്ഥലമുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നതാണ്. അപ്പൊ കൺഫേം അല്ലേ? അപ്പൊ ചേട്ടാ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പറയാം, അതിരപ്പള്ളിയാണ് ചേട്ടൻ. പക്ഷെ അത് പൊട്ട തെറ്റാണ്. അതെന്താ കാര്യം വെച്ചാല്, അതിരപ്പള്ളി നമ്മൾ പോയത് കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ ഫസ്റ്റ് ലീവിന് വന്ന സമയത്താണ്. ഞാൻ ചോദിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോയത് കല്യാണത്തിന്റെ പിറ്റേ ദിവസം അല്ല, 2ാമത്തെ ദിവസം നമ്മൾ പോയത് ഇടപ്പള്ളിയിലെ ഒരു പള്ളി ഉണ്ട്, നമ്മൾ അവിടെയാണ് പോയത്. ഗീവർഗീസ് പുണ്യവാള സെന്റ് ജോർജ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ട്. എല്ലാം ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ് തോന്നുന്നത്, ഒരുപാട് പേര് വരുന്ന പള്ളിയാണ്. നമ്മൾ അവിടെയാണ് പോയത് കേട്ടോ. പക്ഷെ ഞാൻ റിലേറ്റീവ്സിന്റെ അടുത്ത് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല അങ്ങനല്ല. അപ്പൊ ചേട്ടൻ അത് ഫെയിൽ ആയേ. ഒരു പോയിന്റ് നിനക്ക്. ഓക്കെ. ഇനി എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത് സൂപ്പർ. എനിക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നീ എടുത്തിട്ട് എനിക്ക് പാടുള്ള തന്നേക്കാണ്. അങ്ങനെ പറയരുത്. അപ്പൊ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് August 15th ആണ്, 1984. കറക്റ്റ് അല്ലേ?
എനിക്കറിയാം. ഇതിപ്പോ ഞാൻ തിരിച്ചു ചോദിച്ചു ചേട്ടൻ കറക്റ്റ് പറയും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചപ്പോ ഡേറ്റ് ചോദിച്ചപ്പോ ആൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ ചേട്ടന് കറക്റ്റ് ആയിട്ട് കിട്ടുവേ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ നെക്സ്റ്റ് മോൻ പറഞ്ഞാന്ന് എഴുതിയില്ലല്ലോ, പ്രശ്നമില്ല. പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചേട്ടനോട് ചോദിക്കും. എനിക്കൊരു പോയിന്റ്, ചേട്ടന് 0. ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടാ. ഞങ്ങള് ഫസ്റ്റ്, അതായത് ഈ ലൈഫിൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത സമയത്ത്, അത് പെണ്ണ് കാണുന്ന സമയത്താണ് കണ്ടത്. ആ സമയത്ത് ഞാൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത്? അതായത് പെണ്ണ് കാണാൻ വന്നപ്പോ, പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞപ്പോ നീ മറ്റേ കോളേജിലെ യൂണിഫോം, കോളേജിലെ യൂണിഫോം. കൺഫേം ആണോ? അതായത് പെണ്ണ് കാണാൻ വന്നപ്പല്ലേ? ആ കോളേജ് യൂണിഫോം പറഞ്ഞേ. അല്ല 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 അല്ല, അയ്യോ സോറി, കോളേജ് യൂണിഫോം അല്ല, സോറി. അത് നെക്സ്റ്റ് ഡേ ഞാൻ കാണാൻ വന്നു കഴിഞ്ഞപ്പോ, അന്ന് വൈകിട്ട്. ഫസ്റ്റ് ഒരു ചുരിദാറാണ് ഇട്ടത്. അതിന്റെ കളർ ബ്ലൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ കളർ ഞാൻ ചോദിച്ചില്ല, പക്ഷെ തെറ്റാണ്. നാല് കൊടുക്കും ഒരു പോയിന്റ്. പാവം ജീവിച്ചോട്ടെ. അപ്പൊ ചേട്ടനൊരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് കളർ. അയ്യ, ഫേവറേറ്റ് കളർ, അതായത് എന്റെ ഫേവറേറ്റ് കളർ. ഞാനത് മാറ്റും, എന്നെ തന്നെ പിടിക്കാൻ പറ്റും. അത് സംഭവിക്കൂല. കള്ളത്തിന് കാണിച്ചു. ഇല്ല ഇല്ല ഇല്ല, പറ. അപ്പൊ ഫേവറേറ്റ് കളർ എനിക്ക് അത്ര ഉറപ്പില്ലാട്ടാ. റെഡ്. പോയി മോളെ. പിന്നെ കളറാ? ഗ്രീൻ. ഗ്രീനാ? മോളെ. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ മറ്റേ കട്ടനൊക്കെ ഞാൻ മനസ്സിലായി കളർ, ഗ്രീൻ കളർ. ഞാൻ സെലക്ട് ചെയ്തതല്ലേ. അതെന്താ ചേട്ടന് ആദ്യം റെഡ് ഫേവറേറ്റ് കളറായിരുന്നേ. പിന്നെ ചേട്ടൻ ഇപ്പൊ ഏത് സമയത്ത് മാറ്റിയിട്ട് അറിയില്ല കേട്ടാ. ഇല്ലില്ല, ഞാൻ ഗ്രീൻ കളർ. എന്റെ ഏത് സമയത്ത് ഗ്രീൻ ആണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ ഞാൻ ഇതിനകത്ത് പോയി. അപ്പൊ എനിക്കൊരു പോയിട്ട് ചേട്ടൻ പോയി. ഇപ്പൊ സെയിം ടു സെയിം, പ്രശ്നമില്ല. ഇനി ഞാനല്ലേ ചോദിക്കണ്ടേ? ഇല്ല, ഞാനല്ലേ ചോദിക്കണ്ടേ? അതെ, ഞാനാ ചോദിക്കണ്ടേ? മോൻ ചോദിച്ചിട്ടല്ലേ ഞാനിപ്പോ പറഞ്ഞേ. ഇതിപ്പോ ചോദിച്ചു വന്നപ്പോ അവളോടൊക്കെ മാറിപ്പോയടാ. എന്നാലും പ്രശ്നമില്ല. എന്റെ ഹൈറ്റ് എത്രയാണ്? അത് ഓക്കെ, അത് ഞാൻ ചോദിച്ചു. എന്റെ ഹൈറ്റ് ഫീറ്റ് 5.4 something ആയിരിക്കും. 5.4 കൺഫേം. കൺഫേം അല്ല, തെറ്റാണ്. ഞാൻ 5.3 ഉള്ളൂ, 4 ഇല്ല. അത് കല്യാണ സമയത്ത് 5.3 ആയിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇല്ല ഇല്ല, ഞാൻ ഹൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. അത് ഹീൽസ് ഇടുമ്പോഴാണ് കേട്ടോ വെറുതെ തള്ളു പറയുന്നത്. അത് കുഴപ്പമില്ല. ചേട്ടന് പോയിന്റ് കിട്ടാൻ വേണ്ടിട്ട് കള്ളത്തരം കാണിക്കുന്നേ. അപ്പൊ ചേട്ടൻ പോയിട്ടാ. അപ്പൊ എനിക്കൊരു പോയിന്റ്, ചേട്ടൻ പോയിന്റ്. അപ്പൊ ഇപ്പൊ എത്രയാണ് നമ്മള്? ഇപ്പൊ നമ്മള് 1-1 കേട്ടോ. 1-1. പക്ഷെ ചേട്ടത്തിന് ഞാൻ 3. ഞാൻ മോനും ചേട്ടനും എല്ലാം മിക്സ് ആയിട്ട് വരും കേട്ടോ. ഞാൻ അങ്ങനെ വിളിക്കില്ല, അതുകൊണ്ടാ. പിന്നെന്താ, ചേട്ടൻ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഡ്രീം പ്ലേസ്? ചേട്ടന്റെ ഡ്രീം പ്ലേസ് ആണ് ഇത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. നമ്മള് കുറച്ച് ദിവസം മുന്നേ നമുക്ക് ഒരു ഇത് വന്നപ്പോഴും അവിടെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടന്റെ ഡ്രീം പ്ലേസ് UK ആണ്. UK പോകണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നടക്കണമെന്ന് അറിയില്ല, എന്നാലും ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ UK അല്ലേ? അതെ, ചേട്ടന്റെ ഡ്രീം പ്ലേസ് അതാണ്. ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് ട്രൈ ഒക്കെ ചെയ്തേക്കുന്നതാണ്. പക്ഷെ പോകാനായിട്ട് അതെന്തോ സാഹചര്യത്തിൽ നടന്നില്ല.
നമ്മൾ ഈ ഇടയ്ക്കാണ് അറിഞ്ഞ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റത്തൊന്നുമില്ല. നടക്കുമെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ പൊന്നൂസ് വഴി എങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിലും നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് 2 പോയിന്റ്, ചേട്ടൻ 1 പോയിന്റ് ആയിട്ടാ. ഇനി ഞാൻ ചോദിക്കാം, എന്റെ ഫേവറേറ്റ് കളർ. ഇത് സിമ്പിൾ ആണ് മോളെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. ഇത് കറക്റ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിനു വേണ്ടിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ ലീവിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയാ ഒരു ആനിവേഴ്സറിക്ക് എന്താ പറയുക ബ്ലൂവിന്റെ ഒരു സാരി വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. അതും ബ്ലൂ എന്റെ ഫേവറേറ്റ് ആണ്. നാട്ടിൽ വന്നു കഴിഞ്ഞ സമയത്തല്ലേ. അപ്പൊ അത് കറക്റ്റ് ആയേ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും 2-2 ഇനി ഞാന് ചോദിക്കണ്ടേ? ഞാനല്ലേ? അങ്ങോട്ടും ഞാൻ എഴുതിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പൊ ശരിക്കും 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അല്ലേ? 4 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കും. ഞാനോട് തിരിഞ്ഞു പോയി. ഇനി എന്റെ ഷൂ, സത്യം പറഞ്ഞാ എനിക്കറിയില്ല. എന്റെ ഷൂവിന്റെ സൈസ്, ഷൂവിന്റെ ഉണ്ടോ? പക്ഷെ എന്നോട് ചേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴോ. ഷൂവിന്റെ സൈസ് കമോൺ ഇതെന്തായാലും നീ നോക്കാം. അപ്പൊ എനിക്ക് പോയിന്റ് കൂടും. 11 ആണോ? 11 എന്തോ ഒരു സൈസ് പറഞ്ഞു കേട്ടിട്ടില്ല. എന്റെ സൈസ് ഞാൻ പറയട്ടെ. ഷൂവിന്റെ സൈസ് വരുന്നത് 9 ആയിരുന്നു. 43 വരുമ്പോഴേതാ 9 അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മള് ഒരു ഷൂ ഓർഡർ ചെയ്തിരുന്നു. അന്ന് ഞാൻ സൈസ് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഓർത്തില്ല, ഞാൻ മറന്നുപോയി. ചേട്ടനടുത്ത് സ്കോർ ചെയ്തേ. ചേട്ടന് 3 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. 3 പോയിന്റും 2 പോയിന്റും. ഇനി നമ്മുടെ മാരേജ് നടന്ന സമയത്ത്, അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഏജ് എത്രയായിരുന്നു? മാരേജ് കഴിഞ്ഞ സമയത്ത് എന്റെ ഏജ് 2 അല്ല, ഞാൻ ആ 2 സ്റ്റാർട്ടിങ് വരുന്നതാണ്. അപ്പോ 2 സ്റ്റാർട്ടിങ് ആയിരിക്കും വരുന്നത്. കാരണം ഞാനിപ്പോ ആ ഒരു ഏജിലാണ് നിക്കുന്നത്. അപ്പൊ 2 സ്റ്റാർട്ടിങ് ആയിരിക്കുമല്ലോ. അപ്പോ 23 അല്ലേ? കല്യാണം നടന്നപ്പോ കിട്ടില്ല. കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. കൺഫേം ആണോ? ഇനി ചേഞ്ച് ചെയ്യോ? 21 അല്ലെങ്കിൽ 22. അല്ല വേണ്ട, 21 ഞാൻ പിടിച്ചു. 21 കറക്റ്റ് ആണ്. 21 ഏജിലാണ് അല്ലേ? എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു 22 ആണോ. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, എന്റെ ബർത്ത്ഡേ എന്നാ? സാധാരണ ബർത്ത്ഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ ഞാൻ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഉച്ചക്ക് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മെയ് 22 ആണ് പറഞ്ഞത്. 4 ഓപ്ഷൻ കഴിഞ്ഞപ്പോ പക്ഷെ 17 ആണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ മറവിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ ബർത്ത്ഡേ സമയത്ത് ഞാൻ കുറെ വിഷസും പിന്നെ ഞാൻ ഇവൾക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്തതാണ്. കുറെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കേക്കൊക്കെ മേടിച്ച് നമ്മൾ കട്ട് ചെയ്തിരുന്നുണ്ടാ. ഞാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടൈമിലൊക്കെ വരുമ്പോ ഓർക്കത്തുള്ളൂ. മെയ്യാണെന്ന് അറിയാം. മെയ്യാണെന്ന് അറിയാം. അപ്പൊ അത് മെയ് ആവുമ്പോൾ നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ മെയ് നെക്സ്റ്റ് ഇയർ മെയ് ഒക്കെ ആവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മൈൻഡിൽ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും റിമൈൻഡർ ഇടും മൊബൈൽ. അങ്ങനെ ചെയ്യാറ്. പിന്നെ ചേട്ടൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന ഡേറ്റോ? നാട്ടിൽ വന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീവിന്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. ഇതാണ് ചേട്ടന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഏതാ?
ഇത് എന്നോട് ചോദിക്കാനാ ഞാൻ പറഞ്ഞ. ഇതെന്താ ഞാൻ എഴുതിയപ്പോ കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇത് നമ്മൾ തുടങ്ങി വന്നപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷനായി പോയി. ആരുടെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇങ്ങോട്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മള്. ആറാമത്തെ ക്വസ്റ്റ്യനില് ചേട്ടന്റെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം, ഇവിടത്തെയും ദുബായിലെയും പിന്നെ നാട്ടിലെ. എനിക്ക് ചേട്ടൻ അധികം ഫ്രണ്ട്സിനൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് കുറച്ച് പേരെ അങ്ങനല്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴ് കുറച്ച്, അതായത് നമ്മുടെ നാട്ടില്, അതായത് എന്റെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിന്റെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്താണ് എന്റെ വീടൊക്കെ. പിന്നെ ഞാൻ ഇപ്പൊ താമസത്ത് വീടൊക്കെ അല്ല. അപ്പൊ ഞാൻ പറയുന്നത് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, നീ ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞായിരുന്നു മാത്രം. അല്ല അങ്ങനല്ല, എനിക്കറിയാവുന്നതില് ഉള്ള ഫ്രണ്ട്സിന്റെ പേര്. ഞാൻ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആയാലും നാട്ടിലായാലും. നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് അവരുടെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് ഞാൻ പേര് പറയാം. നാട്ടിലാണെങ്കിൽ സിംസൺ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട് ചേട്ടൻ്റെ, ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവര്. ഇവിടെ നാട്ടില് ആയിരിക്കുമ്പോഴും ഇവിടെ ആയിരിക്കുമ്പോഴും ഫോണും സംസാരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇവിടെ ഒരുപാട് പേരുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റില് തന്നെ ചേട്ടൻ 2 ഫ്രണ്ട്സാണ് രണ്ട് റൂമിലുള്ളത്. അപ്പൊ അതിലൊരാളുടെ പേര് പറഞ്ഞാലും എനിക്ക് കറക്റ്റ് അറിയില്ല അത് ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നുള്ളത്. എന്റെ ഒരു മൈൻഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ആളൊന്നല്ല. നമ്മള് എല്ലാവരെയും ഒരേ ലെവലിൽ കാണാനുണ്ട്. അങ്ങനെ എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ എന്റെ ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത്. അതാണ് എന്റെ സത്യം. പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മടിയുള്ളൊരു ജോലി, അതായത് ഇപ്പൊ നമ്മുടെ റൂമിൽ ഇവിടെ വീട്ടിലാണെങ്കിലും എനിക്ക് ഏറ്റവും മടിയുള്ളൊരു ജോലി ചെയ്യാനായിട്ട് എപ്പോഴും ചേട്ടൻ എന്നെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയാറുണ്ട് കേട്ടാ. എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് പറ ആൻസർ. അതല്ല, ഞാനിപ്പോ ഒരു ഇതായിട്ട് പറയുന്നതല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാത്തിനും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നോക്കാവുന്ന ആളല്ല. ഞാൻ ഭയങ്കര മടിച്ചാന്ന് തോന്നിയേക്കണ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ജോലി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആൻസർ എന്തെങ്കിലും പറ. അതെങ്ങനെ അല്ല ചുമ്മാ ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് വേണ്ടേ. അങ്ങനെ വരുമ്പോഴ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ആൻസർ പറയണ്ടേ? കുഴപ്പമില്ല, എനിക്ക് അവർക്ക് കൊള്ളാതെ തന്നെ എനിക്കുണ്ട് കംപ്ലൈന്റുകള്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താന്നുള്ളത് ഞാൻ പറയാം. ചേട്ടന്റെ ആൻസർ ഇല്ല, അപ്പൊ രണ്ടുപേർക്ക് പോയിന്റ് വേണ്ട. ഇതിനകത്ത് പോയിന്റ് ആവശ്യമില്ല, കാരണം പണിഷ്മെന്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇത് പണിഷ്മെന്റിലല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കുണ്ട് പ്രശ്നങ്ങള്, പിന്നെ ഇവക്കുണ്ട് പ്രശ്നങ്ങള്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കെയർ നടക്കാറില്ല. ഇപ്പൊ അതൊന്നുമല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ഡെലിവറിക്ക് ശേഷം. പിന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളും അതിന്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വലിയ പ്രശ്നമാക്കാറില്ല. എന്നാലും ചേട്ടൻ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിങ്ങനെ അടുക്കി പറക്കി ഭയങ്കര മടിയാണ് എന്തെങ്കിലും കാര്യങ്ങള്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാം നീറ്റായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മാറ്റി വെക്കുന്നതേ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അതാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയത്. അതുകൊണ്ടാണ് കേട്ടോ ചേട്ടൻ. അത് കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഒന്നിനും ടൈം കിട്ടത്തില്ല. ഇപ്പൊ പൊന്നൂസ് വന്നു കഴിഞ്ഞാല് പൊന്നൂസിന്റെ പിന്നാലെ തന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കണുണ്ടല്ലേ, അതൊന്നും ടൈം കിട്ടാറില്ല. അതൊന്നും എനിക്ക് അത്ര പ്രശ്നമായിട്ടുള്ള കാര്യമൊക്കെ തോന്നിയിട്ടില്ല. പറഞ്ഞടുത്ത് എന്നിട്ട് ഞാനല്ലേ ചോദിക്കണ്ടേ? ഞാൻ എന്റെ ഫേവറേറ്റ് ഫുഡ്. ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആളെന്ത് വെച്ചെടുത്താലും കഴിക്കും. പിന്നെ ചെറിയ ചെറിയ വെജിറ്റബിൾസ് ആണ് ആൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ആള് ഒരു എല്ലാം കഴിക്കും. നോൺ വെജിന് കുറച്ച് ഐറ്റംസ് കഴിക്കില്ല. എന്നാലും ഞാൻ നാട്ടില് പോയി കഴിഞ്ഞാല് ഏത് സമയം വന്നു കഴിഞ്ഞാലും എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ആയാലും ഞാനായാലും ഓടി പോയിട്ട് മനസ്സിലായി. അത് പറയണത് പ്രശ്നമല്ലേ? ക്ലൂ കിട്ടിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. കപ്പയും പോട്ടി ചേട്ടന് നമ്മള് വീട്ടിലുണ്ടാക്കണ ഇഷ്ടമില്ല,
പുറത്ത് കടയിൽ പോയിട്ട് കഴിക്കണം. അത് നമ്മളൊന്നും കൊണ്ടുപോയില്ല കേട്ടോ, ഫ്രണ്ട്സിന്റെ കൂടെ മാത്രമേ പോവുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ നാട്ടിൽ പോകുമ്പോ എനിക്ക് കഴിക്കാൻ പോകണമെങ്കിൽ എന്നെ കൊണ്ടുപോകണമെന്ന്. ഇഷ്ടല്ലേ കഴിക്കുന്നത്. കാര്യം ഞാൻ ഒരു അങ്കമാലിക്കാരനാണ്. ഞങ്ങളുടെ ആ ഏരിയയിൽ എനിക്കൊന്ന് ചുരുങ്ങിയത് ഒരു 19 കടയെങ്കിലും ഉണ്ടാവും. അങ്ങ് അതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 19 കൂടുതലാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ എനിക്കൊന്ന് കുറെ ഉണ്ട് ആ ഏരിയയിൽ, കുറെ ഉണ്ടെന്ന് കുറെ ഉണ്ട്. ഞങ്ങളവിടെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നായത്തോട് ഒരു ജോമി എന്ന് പറഞ്ഞൊരു ചേട്ടനെടുത്ത് അടിപൊളി കപ്പ ഇതാ. അപ്പൊ കപ്പയും പൊട്ടിയും കുടിച്ച് അപ്പൊ ഞങ്ങളെപ്പോ പോയി കഴിഞ്ഞാലും ഫ്രണ്ട്സ് ആയിട്ട് പോകും, അങ്ങനെ പോകും. ഇപ്പൊ ദുബായില് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു സുഖമായിട്ട് തോന്നണില്ല. നാട്ടിലൊരു സെറ്റപ്പ് ഇല്ലല്ലോ അവിടെ. അപ്പൊ ആൻസർ എന്റെ കറക്റ്റ് ആയി. നമ്മൾ പോയിന്റ് നോക്കുന്നില്ല, കാരണം നമ്മൾ പണിഷ്മെന്റ് ഒന്നും വെക്കാത്ത കാരണം പോയിന്റ് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരാൾക്ക് എത്ര മാത്രം മറ്റേയാളെ അറിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതിലൊരു ഗുട്ടൻസ് ഇല്ല. അതായത് ഇതിന്റെ പിന്നിലൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 5 വർഷത്തോളമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മള് ഒരു 40-45 ദിവസത്തിന് മേലെ ഒരുമിച്ച് നിൽക്കുന്നത് ഇപ്പൊ ഈ ദുബായിൽ വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആള് ഒരു മാസത്തെ ലീവിന് വന്നിട്ട് ഒരു തിരക്ക് പിടിച്ച ഒരു ലൈഫാണ് ഒരു മാസത്തെ, അങ്ങ് തിരിച്ചു പോകും. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുമിച്ച് നിൽക്കുന്നത്. 4-5 മാസമാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് ലൈഫില്, മാരേജ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. പോയിന്റ് ഒന്നും നോക്കിട്ട് കാര്യമില്ല. എന്തായാലും ഏകദേശം രണ്ടുപേരും സെയിം ആയിട്ട് നിൽക്കുന്നത്, വലിയ പ്രശ്നമില്ലാണ്. ഇനി ഞാൻ ചോദിക്കാട്ടാ, ചേട്ടൻ മിക്കവാറും ആൻസർ കിട്ടുമായിരിക്കും. ചേട്ടൻ്റെ പെണ്ണ് കാണാൻ വന്ന എക്സാക്ട് ഡേറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മാരേജിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി നമുക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ചേട്ടൻ എന്നാലും ഭയങ്കര എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടൻ ലീവിന് വന്ന്, അതായത് ആ വർഷം ലീവിന് വന്ന അന്ന് വൈകിട്ടാണ് എന്നെ കാണാൻ വന്നത്. ഞാൻ ലീവിന് പോയിട്ട് അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലീവിന് പോയിട്ട് നമ്മള് ലഗേജ് ഒക്കെ അവിടെ വെച്ച് അന്ന് കുളിച്ച് ഫ്രഷായി അന്ന് വൈകിട്ട് തന്നെ അന്ന് വൈകിട്ടാണ് പോയിക്കേണ്ടത്. ഡേറ്റ് പറ, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സെപ്റ്റംബർ 1-ാം തീയതിയാണ്. യെസ്, 1-ാം തീയതിയാണ്, സെപ്റ്റംബർ 1-ാം തീയതിയാണ്. കാര്യം പറഞ്ഞാൽ സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ വന്നിട്ട് ഇതേപോലെ ലീവിന് പോയിട്ട് ലഗേജ് ഒക്കെ അവിടെ വെച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞിട്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ ചെറുതായിട്ട് എടുത്ത് തീർക്കാനായിട്ട് കിട്ടാണ്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആൻസർ ശരിയാണ്. സെപ്റ്റംബർ നമ്മുടെ കല്യാണം ഒരു 1-ാം തീയതി കണ്ട് 19-ാം തീയതി ഞങ്ങളുടെ കല്യാണം, 15-ാം തീയതി മനസ്സമ്മതം. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പിൽ നടന്നതുകൊണ്ടായിട്ട് പെട്ടെന്ന് ഡേറ്റുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചേട്ടൻ ഇതെങ്കിലും ആൻസർ ചെയ്യൂലെന്ന് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. ഇനി ഇപ്പൊ ചേട്ടനില്ല ക്വസ്റ്റ്യൻ ചോദിച്ചേ. എല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്റെ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ചോദിക്കാം. എനിക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല. ഇവൻ ചേട്ടൻ പറഞ്ഞാൽ പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ആളാണ്. എന്നാലും ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ആക്സസറീസ് അല്ലെങ്കിൽ ഓർണമെന്റ്സ്, ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ത് ഷോപ്പ് ചെയ്യാനാണ്. ഷോപ്പിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കും. അത് കാരണം കൊണ്ട് ഞാൻ മാക്സിമം അപ്പൊ ഞാൻ പോവാറില്ല. എനിക്ക് തോന്നണ എന്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഡ്രസ് ആയിരിക്കും, ഡ്രസ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതേട്ടാ, എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വാങ്ങാറില്ല, അത് സത്യം. അത് ചേട്ടൻ തന്നെ അറിയാം. ചേട്ടൻ വാങ്ങാന്ന് പറഞ്ഞാൽ പോലും ഇവൻ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യും. കാരണം എനിക്കിപ്പോൾ ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നെ അടുത്തതിലോട്ട് സ്കിപ്പ് ചെയ്ത് പോകാറുള്ളൂ. അതുകൊണ്ട് അതെന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അല്ലെ
കൊറേ ടൈം എടുക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ അത് വേറെ കൊണ്ടല്ല, ഞാൻ മാക്സിമം നോക്കി ഏറ്റവും അപ്പൊ അത് കാരണം ഞാനുള്ള പേടിച്ചിട്ട് പോവാറില്ല. പിന്നെ ഇവിടെ എനിക്ക് പറ്റത്തില്ലല്ലോ, ഇവിടെ നമ്മൾ പോയല്ലേ പറ്റും കാര്യം. അപ്പൊ നമ്മള് പോയി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഇതിനൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് ലുലു ഒക്കെ ഉണ്ട്. അപ്പൊ ആ ലുലുവിലൊക്കെ പോയായിരുന്നു. അപ്പോ അന്ന് എടുത്തില്ലല്ലേ, അന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല, മാക്സിമം നിർബന്ധിച്ചു എടുത്തില്ല. എന്നിട്ട് കൊച്ചിന്റെ ബർത്ത്ഡേക്കാണ്, കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് പിന്നെ നമുക്ക് ഷൂസ് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മുടെ ഈ സെഷനോടെ കഴിഞ്ഞു. ഏകദേശം രണ്ടുപേർക്കും ഒരു ഈക്വൽ പൊസിഷനിലൊക്കെ തന്നെയാണോ നിൽക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നമ്മൾ ഫോണിലാണ് സംസാരിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരാളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മളിപ്പോ ഒരു 4 മാസത്തോളമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 5ാമത്തെ വർഷം ആവുമ്പോണ്. 5ാമത്തെ സെപ്റ്റംബറില് 5 വർഷം ആവും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനുള്ളിൽ ഈ ഒരു ടൈമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് കുറെ നാളെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളത്. ആ സമയത്ത് പൊന്നൂസം കൂടി വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ഡബിൾ ഹാപ്പി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എത്ര നമ്മള് ഇപ്പൊ കള്ളത്തരം കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മള് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫോണിലൂടെ സംസാരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മള് ഒരാളെ കാണുന്നില്ലല്ലോ. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ സെഷൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു 90% എങ്കിലും ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്റെ ഒരു ഇതിനകത്ത് ഒരു ഫ്രണ്ട്സിനൊന്നും ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ഞങ്ങളൊരു എന്താ പറയാ ഒരു നോർമൽ ടോക്ക്. പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് വീഡിയോന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എല്ലാവർക്കും ബോറടിച്ചില്ല എന്നാണ് ഒരു വിശ്വാസം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോ ഞാൻ പറയുകയും ചെയ്തു 10 ക്വസ്റ്റ്യൻ ആക്കണ്ട. 10 ക്വസ്റ്റ്യനൊക്കെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തിയും ആവും, പിന്നെ ഭയങ്കര ഒരു ഇതൊക്കെ ആവും. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ്റെ ഇത് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് 8 ക്വസ്റ്റ്യനൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന് വലിയ ബോറിംഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. എന്റെ ഒരു കോൺഫിഡന്റ് ആണ്, ഞങ്ങളുടെ കോൺഫിഡന്റ് അല്ലേ. നമ്മള് നോർമലി ഇങ്ങനെയാണോ സംസാരിക്കുക. പിന്നെ സംസാരിക്കുമ്പോ ഞാൻ ചേട്ടനും ഇങ്ങനെ പറയുമ്പോ ഞാൻ ചേട്ടൻ വിളിക്കാറൊന്നുമില്ല. ഞാൻ മോനെ മോനേന്ന് അതെങ്ങനെയോ വായിൽ പെട്ടുപോയി. ആ സമയത്ത് ഒരു കല്യാണം കഴിയുമ്പോൾ തുടങ്ങി മോനേന്ന്. അപ്പൊ എല്ലാവരും ഇവിടെയൊക്കെ വന്ന സമയത്ത് ഇവർക്കൊക്കെ ഭയങ്കര അതിശയായിരുന്നു. മോനേന്ന് വിളിക്കുന്നത് എന്തോ അങ്ങനെ കമ്പൽസറി ആയിട്ട് വിളിക്കും. അങ്ങനെ എന്തോ കഷ്ടമുള്ളതായിട്ടാണ് അവർ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പിന്നെ അവർക്കൊന്നും കണ്ണൂരുള്ള ഒരു ഫ്രണ്ടിന്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു എന്താ മോനെന്ന് വിളിക്കുന്നത്, എന്താ നിങ്ങൾ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നല്ല, അതങ്ങനെ അവള് വിളിക്കുന്നത്. നമ്മളെ പൊന്നൂസൂടെ ഉണ്ട്. അവള് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കണായിരുന്നേ. കുറെ നേരം നമ്മൾ നോക്കി പറ്റാണ്ടായി കഴിയുമ്പോ വീഡിയോ വെച്ച് കൊടുത്തേക്കണായിരുന്നേ. അപ്പൊ നമ്മുടെ പൊന്നൂസിന് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവള് വീഡിയോ കണ്ടോണ്ടിരിക്കണേണ്. അവള് അതെല്ലാം അങ്ങ് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെങ്കിലും കമന്റ് ആയിട്ട് താഴെ ഇടുക. നമ്മൾ ഇനി നല്ല നല്ല വീഡിയോസ് നമ്മൾ നല്ല വീഡിയോസുകൾ നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഒരു ഫ്ലാറ്റിലെ റൂമിലായതുകൊണ്ടും നമുക്ക് കുക്കിംഗ് ഒക്കെ നമുക്ക് അധികം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ 2-3 ഫാമിലീസ് വേറെ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുക്കിങ്ങും അധികം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.